Afternoon prayer. Prayer ആരാണ്? Prayer ആരാണ്? കേൾക്കുന്നില്ലേ നിങ്ങള്? കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലേ? കേൾക്കാം കേൾക്കാം മിസ്. ഞാനാ പ്രയർ. പ്രാർത്ഥനകൾ പാതയിൽ പൂക്കളായി വിരിയണം. പൂച്ചൊരിഞ്ഞ വീതികൾ പുണ്യവീതികളാകണം. വഴികളിലൂടെ ഞാൻ യാത്രയെന്നും ചെയ്യണം. യാത്ര ചെയ്യും വേളയിൽ ഈശ്വരനെ ഓർക്കണം. ഈശ്വരനാണിന്ധനം, ഈശ്വരനാണിന്ധനം. പ്രാർത്ഥനകൾ പാതയിൽ പൂക്കളായി വിരിയണം. പൂച്ചൊരിഞ്ഞ വീതികൾ പുണ്യവീതികളാകണം. നല്ല വാക്കുകളായി നാവിലങ്ങുണ്ടാകണം. നല്ല ചിന്തകളായി മനസ്സിലങ്ങ് വസിക്കണം. നന്മരൂപനീശ്വര നൽവരങ്ങൾ ചൊരിയണേ. പ്രാർത്ഥനകൾ പാതയിൽ പൂക്കളായി വിരിയണം. പൂച്ചൊരിഞ്ഞ വീതികൾ പുണ്യവീതികളാകണം. Okay, thought of the day. Ma'am, signing. Thought of the day. നിമ്മി ഇന്നല്ലേ ഉണ്ടോ ക്ലാസ്സില്? നിമ്മിയായിരുന്നു ഓക്കെ മാം. തോട്ട് ഓഫ് തന്നെ ഞാൻ പറയാം. തോട്ട് ഓഫ് ടുഡേസ് The only way to great work is to love what you do by Steve Jobs. Okay. Sign in. Ma'am, Legisha. വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി. നിമിനേരമെന്തിനു തേങ്ങി നിലാവിൽ വിരഹമെന്നാരും മയങ്ങി. പുലരിതൻ ചുംബന കുങ്കുമ ഋതുനന്ദിനിയാക്കി അവളെ പണിനീർമലരാക്കി. വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി. Okay. Yes. ഇനി നിങ്ങളെ സൈൻ ഇൻ ചെയ്യുമ്പോ കൊറേ ആയി. നിങ്ങൾ പാട്ട് തന്നെയാണോ പാടുന്നത് എല്ലാവരും? പാട്ടുകൾ മാത്രം പാടാറ്. സ്റ്റോറി പറയാം, എന്തെങ്കിലും ആക്ഷൻ സോങ്സ് പറയാം, അല്ലെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കാം. അങ്ങനെ ഇഷ്ടമുള്ളത് മറ്റെന്തെങ്കിലും ചെയ്യാം. പാട്ട് തന്നെ ഫോളോ ചെയ്യരുത് കേട്ടോ. ഓക്കെ. പിന്നെ എന്തൊക്കെയായി ഓണപരിപാടികൾ? പ്രാക്ടീസ് നടക്കുന്നുണ്ട് മാം. ഒന്നുമില്ല. പ്രാക്ടീസ് കേട്ടില്ല. പ്രാക്ടീസ്. ഓക്കെ. എന്തൊക്കെയുണ്ട് പ്രോഗ്രാംസ്?
പ്രോഗ്രാം തിരുവാതിര ഉണ്ട്, രംഗപൂജ ഒരു ഉണ്ട്. മിനിറ്റ് സൗണ്ട് ഇല്ല കേട്ടോ. പറ. തിരുവാതിര ഉണ്ട്, രംഗപൂജ. പിന്നെ ഡാൻസ്, ട്യൂഷൻ ഡാൻസ് ഉണ്ട്, സിംഗിൾ സോങ്സ് ഉണ്ട്, ഗ്രൂപ്പ് സോങ്സ് ഉണ്ട്, പിന്നെ സ്പീച്ച് ഉണ്ട്. എത്ര സമയമുണ്ട് നമുക്ക് പ്രോഗ്രാമിന്? 1 മണിക്കൂർ. കഴിഞ്ഞ പ്രാവശ്യം ടൈം കുറെ ബാക്കിയായിരുന്നു. നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേ പ്രോഗ്രാമിനെ നമുക്ക് ടൈം കുറച്ച് ബാക്കിയായിരുന്നു. ഓണം ഇൻഡിപെൻഡൻസ് ഡേ പോലെ അല്ല ഓണം, അതാണ് പ്രത്യേകത. അപ്പൊ എല്ലാരും എപ്പോഴെങ്കിലും പാർട്ടിസിപ്പേറ്റ് എങ്ങനെയാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്? എങ്ങനെയാ? ഗൂഗിൾ മീറ്റിൽ പ്രാക്ടീസ് ചെയ്യും. ആണോ? എന്തൊരു ആയി കഴിഞ്ഞോ? ഗൂഗിൾ മീറ്റിൽ നടന്നു. ഒരു ടൈം സെറ്റ് ചെയ്ത് ഞങ്ങള് കേറും. അങ്ങനെയാണ് പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കണേ. പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയപ്പോ സന്തോഷമൊക്കെ നടക്കുക അല്ലേ? ഇൻട്രസ്റ്റ് ഇല്ലേ കളിക്കാനൊക്കെ ഡാൻസ്? രസമാണ് മിസ്. ട്രെൻഡി സോങ് ഒക്കെ എടുത്തിട്ടുണ്ട്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണ്ടോ? ചെയ്യുന്നുണ്ട് മിസ്. പക്ഷെ കുറെ പേരൊന്നും ഗ്രൂപ്പില് അനങ്ങിയിട്ടില്ല മിസ്. അതായത് 100 പേരിൽ ഒരു 10 പേരൊക്കെ ഉള്ളൂ ഇതില്. സത്യം പറഞ്ഞ അതാണ് കോമഡി. കുറെ പേര് പുറത്തേക്ക് വരാനുണ്ട് മിസ്. ചിലവരൊന്നും ഒന്നിനും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല മിസ്. കഴിഞ്ഞതിന് ചെയ്തവർ തന്നെയാണ് ഇപ്രാവശ്യം. എന്നാലും 2-3 പേര് കൂടിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ മിസ്. അതെ അതെ, പറ്റില്ല. മോണ്ടിസോറിൽ 100 ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ 100 ടീച്ചേഴ്സും പങ്കെടുക്കണം. അല്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ പങ്കാളിത്ത അഭിപ്രായങ്ങളൊക്കെ വേണം. ഓക്കെ, നമ്മളിവിടെ ഒരു സെഷൻ ചെയ്യുമ്പോൾ നിങ്ങളെ കൊണ്ട് എല്ലാവരെയും കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കാറില്ലേ? അവസരം എല്ലാവർക്കും നമ്മൾ ചെയ്യുന്നില്ല. അതേപോലെ നിങ്ങളും ഇങ്ങോട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് നിങ്ങളും ചെയ്യണം. ജസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യാന്ന് മാത്രമല്ല, തിയറി നമുക്ക് കണ്ടിട്ട് ഇങ്ങനെ ഇരുന്ന് പഠിക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടേതായ കുറച്ചും കൂടി നിങ്ങളുടെ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യണ്ടേ? അപ്പൊ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. കുറച്ചുപേര് മാത്രം അതിലേക്ക് ഫോക്കസ് ചെയ്യരുത് കേട്ടോ. ഇവർക്ക് പറയാവുന്ന കുറച്ചുപേര് പറയുന്നുണ്ടാവില്ലേ, ചെയ്യാനായിട്ട് നിങ്ങൾ നിർബന്ധിക്കുന്നുണ്ടാവില്ലേ? അയ്യോ മിസ്, എപ്പോഴും നിർബന്ധിച്ചോണ്ടിരിക്കുക. നിർബന്ധത്തിനപ്പോ നമ്മള് തന്നെ മോട്ടിവേഷൻ പറയുന്നുണ്ട്. നമ്മൾ തന്നെ മുന്നോട്ട് വരാൻ പറയാം എല്ലാരോടും തന്നെ. എല്ലാരോടും പറയുന്നുണ്ട് മുന്നോട്ട് വരുമെന്ന്. എന്നാലും നമ്മള് ചെയ്ത ആൾക്കാർ തന്നെയാണ് കൂടുതലും വീണ്ടും വീണ്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എല്ലാത്തിനും. ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കുന്ന ഒരു കാര്യം പറയട്ടെ. ഞാൻ ഇപ്പൊ പറയുന്നത് പാർട്ടിസിപ്പേറ്റ് ഒന്നും ചെയ്യാത്ത ഒരാളിപ്പോ അല്ലെങ്കിൽ കുറച്ച് പേര് ഇത് കേൾക്കുന്നുണ്ട്. ആ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരോടാണ് ഞാൻ പറയുന്നത്, ഇതിലൊന്നും പങ്കെടുക്കാതെ മിണ്ടാതിരിക്കുന്ന ആരെങ്കിലും ഒരാൾ ഇപ്പൊ ഒന്ന് സംസാരിക്കാമോ? ഒരു കാര്യം പറയാനാ. ശരിയാണെന്നോ തോന്നി എനിക്ക്. എന്താണ് വലിയ പ്രശ്നം? പരിപാടികൾക്കൊന്നും പരിചയമില്ല. ഇതാണ് നമുക്ക് അവസരം. ഇവിടെ അവസരം ഇവിടെ നിങ്ങൾ പ്രയോഗിച്ചില്ലെങ്കിൽ പിന്നെ എവിടെ കിട്ടുന്നത്? എന്താണ് കഴിവില്ല അങ്ങനെ ഒന്നും വിചാരിക്കണം. നമുക്ക് എല്ലാവർക്കും ചെറിയതായിട്ടുള്ള പരിപാടി കഴിവുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇവരുടെ കൂടെ നിന്നാ മതി, കൂടെ നിൽക്കുക, അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അവർ ആഡ് ചെയ്തോളും. അപ്പൊ നിങ്ങളൊന്ന് പറ്റുന്ന പോലെയൊക്കെ ഒന്ന് ചുവട് വെച്ചാൽ മതി. തിരുവാതിര എന്ന് പറയുന്നത് ഇത്ര വലിയ സംഭവമൊന്നുമല്ല, സിമ്പിളാണ്. ഏത് പാട്ട് എടുത്തിട്ടുണ്ട്? കൈതപ്പൂ മണം എന്റെ തമ്പുരാട്ടി എന്ന് പറഞ്ഞു. ഈ കൈതപ്പൂ ആണ് മിസ്. കൈതപ്പൂ അത് ആ ഒരു സെക്ഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. ശരിക്കും 8 സെക്ഷൻ ഉണ്ട് തിരുവാതിരയിൽ. ഞാൻ പഠിപ്പിക്കുന്നതാണ് പ്രാവശ്യം. അതുപോലെ കഴിഞ്ഞ ഓണത്തിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ 8 സെക്ഷനിൽ നിന്ന് ഒരു സെക്ഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. എല്ലാരും പഠിച്ചു കഴിഞ്ഞു. അത് പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. നമുക്ക് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ശരിക്കും അതൊന്ന് ഷെഡ്യൂൾ ചെയ്യണം. ആരൊക്കെ എന്തൊക്കെ ചെയ്യണേന്നുള്ളത് ഷെഡ്യൂൾ ചെയ്യാം ഒരാള്. എന്നിട്ട് ഒരു ലാഗും വരരുത്. ലാഗ് വന്നാൽ നിങ്ങൾക്ക് ഒരു പരിപാടി നടത്താൻ പറ്റില്ല. കാരണം നമുക്കിത് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. ചിലപ്പോൾ നിങ്ങളുടെ നെറ്റ് പോകാം, ചിലപ്പോൾ കട്ടായി പോയി കഴിഞ്ഞാൽ പ്രശ്നമാവും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? മാക്സിമം ഫോണിലാണ് കാണാൻ, സിസ്റ്റത്തിൽ കാണുകയാണെങ്കിൽ മാക്സിമം ഫോണൊക്കെ ചാർജ് ചെയ്ത് വെച്ച് അതൊക്കെ ഒന്ന് ആദ്യം റെഡിയാക്കണം. പ്രോഗ്രാം ഒരാളതൊന്ന് എഴുതി വെക്കാം. ആദ്യം എന്താണ്, അതിനുശേഷം എന്താണ്. എനിക്ക് സംസാരിക്കാൻ വെച്ച സമയം തന്നെ കേട്ടോ. ഓക്കെ,
അങ്ങനെ ചെയ്യണം. അപ്പൊ ഒരു ഓർഡർ ഉണ്ടാവും സ്ട്രക്ചറിൽ, ഏതാണ് ആദ്യം തുടങ്ങുന്നത് അവസാനിപ്പിക്കുന്നത് ഏതാണെന്നുള്ളത്. അതിപ്പോ എന്തായാലും രംഗപൂജ തിരുവാതിര ആയിരിക്കും അല്ലെ, അത് കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ അങ്ങനെ അറേഞ്ച് ചെയ്യാം. മിസ് നമ്മള് ജയദേവൻ സാറിനോടേ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു സാറിന്റെ അടുത്ത്. സാറ് ഇങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞു, പക്ഷെ വിളിച്ചില്ലായിരുന്നു. കാര്യം എന്താന്ന് വെച്ചാല് ഞങ്ങൾക്ക് സ്മാർട്ട് സ്ക്രീന്ന് തന്നെ പാട്ട് വെച്ച് തരാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കുമല്ലോ എല്ലാവർക്കും ഹോസ്റ്റലിൽ. ഇപ്പൊ നമ്മളുടെ ആണെങ്കിൽ വേറൊരു കുട്ടിക്ക് കേൾക്കണില്ല. ഇപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്. ഇവിടെ നിന്ന് പ്ലേ ചെയ്യാനല്ലേ? അവിടെ നിന്ന് പ്ലേ ചെയ്യുവാണെങ്കിൽ ചോദിക്കട്ടെ. ഓക്കെ മിസ്. അപ്പൊ ഞാനത് സ്മാർട്ട് സ്ക്രീൻ ഇവിടെ അടുത്താണല്ലോ, എന്റെ നമുക്ക് പറവൂര് അടുത്താണ്. അപ്പൊ ഞാനിന്ന് ഡയറക്റ്റ് അവിടെ ഉണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ പാട്ടുകൾ സെൻഡ് ചെയ്യുവാണെങ്കിൽ അവിടെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്ലേ ചെയ്തതെന്നുണ്ടെങ്കിൽ നല്ല ക്ലാരിറ്റിയിൽ കേൾക്കായിരുന്നു. എല്ലാരും അഭിപ്രായം പറയുന്നുണ്ട്. ടീച്ചറോടൊന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് മിസ്. കുഴപ്പമില്ലായിരിക്കും അല്ലെ? അങ്ങനെ ഞാൻ ഫോണിൽ പാട്ട് പ്ലേ ചെയ്താ പോരെ? ഇവിടുന്ന് പ്ലേ ചെയ്താ പോരെ? മിസ് ഒന്ന് പ്ലേ ചെയ്തൊന്ന് നോക്കൂ, നമുക്ക് ക്ലാരിറ്റി ഉണ്ടോന്ന് അറിയാലോ. കൈതപ്പൂ തന്നെ വെച്ചോളൂ. ഞാനേ വേറെ ഒന്നുമല്ല, ഇന്ന് പിന്നെ എന്തെങ്കിലും സെഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കയറിയത്. കാരണം വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യുന്ന കുറെ പേരുണ്ടോ അറിയില്ല എങ്ങനെയൊക്കെയാണ്. പിന്നെ ആദ്യം തിങ്കളാഴ്ച വന്ന് നിങ്ങൾ എന്ത് കാണിക്കും എന്നുള്ളതൊരു എന്താണെന്നുള്ള ചെറിയ ഇൻസ്ട്രക്ഷൻ തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ബാക്കി എല്ലാ ക്ലാസ്സിലും ഓണം സെലിബ്രേഷൻസ് നടക്കുന്നുണ്ട് കേട്ടോ MTയുടെ. പാട്ടൊന്ന് പ്ലേ ചെയ്യാ, കേൾക്കുന്നുണ്ടോ നോക്കട്ടെ. ഈ കൈതപ്പൂവും ഞങ്ങളും തമ്മിലൊരു ബന്ധമുണ്ട്. അതായത് ഞങ്ങള് ഓണം ഇവിടത്തെ സെലിബ്രേഷൻ 3-ാം തീയതിയാണ് ഞങ്ങളെ. കൈതപ്പൂവിന്റെ ഫസ്റ്റ് പോർഷൻ ഇല്ലേ, സ്റ്റാർട്ടിങ്, ആ പോർഷനാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. പക്ഷെ പാട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് വേറെ പാട്ടാണ്. അപ്പൊ എല്ലാവരും അടുത്തത് കൈതപ്പൂ എന്നാ വിചാരിക്കുള്ളൂ, പക്ഷെ പാട്ട് വേറെ. അങ്ങനെയാണ് ഞങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. കൈതപ്പൂവിന്റെ ട്യൂണിലാണ് സ്റ്റാർട്ടിങ്, പക്ഷെ പാട്ട് വേറെയാണ് അല്ലെ? വേറെയാണ്. അപ്പൊ ആ പാട്ട് തന്നെ വെക്കട്ടെ? വെച്ചോളൂ മിസ്, ഇഷ്ടമുള്ള പാട്ട് വെച്ചോളൂ. എത്ര പേരുണ്ട് കളിക്കാനായിട്ട് ഡാൻസ്? 12 പേര് വരെ ഉണ്ട്. 8-9 പേരില്ലേ ടോട്ടല്? 12 പേരുണ്ട്. 12 പേര്. 12 പേരുണ്ട്. ഓക്കെ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല കേട്ടോ മിസ്, അതാണ് പ്രശ്നം. ഇപ്പൊ ഞാനിവിടെ ബ്ലൂടൂത്തിൽ ഞാൻ വെക്കും. എനിക്ക് ഇവിടെ 2-3 വീടുകളിൽ വരെ ഞാൻ വെക്കണം ബ്ലൂടൂത്തില്. അതായത് ഹോം തിയേറ്റർ ആണ്, കേൾക്കാൻ പറ്റും. പക്ഷേ അപ്പോ നമ്മള് പാട്ട് വെക്കുന്ന സമയത്ത് ഒന്നിനെ ഓൾ മ്യൂട്ട് ചെയ്യാം, അതായിരിക്കും നല്ലത്. സെക്കൻഡ് കേൾക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണേ. ഇല്ല, കേൾക്കില്ല. ഇല്ല, അപ്പൊ നടക്കില്ല. നിങ്ങൾ എന്നെ പ്ലേ ചെയ്ത് കളിക്കേണ്ടി വരും. അപ്പൊ എന്നോട് ചോദിക്കാം, നിങ്ങളൊന്ന് ചോദിക്കാം, ചോദിച്ചിട്ട് പറയാം കേട്ടോ. ഹലോ, കേൾക്കാമോ? ഒരു മിനിറ്റ്. പാട്ട് കേട്ടില്ല അല്ലേ? ഇല്ല മിസ്സേ, കേൾക്കത്തില്ല. അത് നടക്കില്ല. ഇവിടെ കുട്ടികള് കളിച്ചിരുന്നത് അവര് തന്നെ പാട്ട് വെച്ചിട്ട് ഒരാളുടെ ഫോണിൽ പാട്ട് വെക്കും, എന്നിട്ടാണ് കളിച്ചത്. അപ്പൊ ഒരാളുടെ ഫോൺ മാത്രം എങ്ങനെയാണ് ചെയ്തിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം. അപ്പൊ എന്നിട്ട് ബാക്കി എല്ലാവരും നിന്ന് കളിച്ചോളൂ. അവരെ താളം എങ്ങനെയാന്ന് അറിയാലോ നിങ്ങൾക്ക്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണ് അല്ലെങ്കിലേ മിസ് ഐശ്വര്യയുടെ സോങ് ഐശ്വര്യാണ് വെക്കാറ് സാധാരണ. ഐശ്വര്യയുടെ പാട്ട് ഇതിൽ എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ ഹോസ്റ്റലിൽ നിന്ന് ട്രൈ ചെയ്യണമായിരുന്നു. അപ്പൊ അത് ആരുടെയാണോ ക്ലാരിറ്റിയിൽ കേൾക്കുന്നത് അപ്പൊ അവരുടെ പാട്ട് ഒന്ന് ഉറപ്പിക്കാലോ. നമ്മുടെ ഒരു മെയിൻ പ്രശ്നം എന്താണെന്നറിയോ മിസ്? അതായത് എന്താണ്, ഇപ്പൊ കമ്പ്യൂട്ടറിലാണെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും 2 ഫോൺ വേണ്ടി വരും. അപ്പം നമുക്ക് ഓൺലൈനായിട്ട് കളിക്കാനും ഒരു ഫോൺ വേണ്ടി വരും, പാട്ട് വെക്കാനും ഒരു ഫോൺ വേണ്ടി വരും. ഇപ്പൊ എല്ലാവരുടെയും ചിലപ്പോ ഒരു ഫോണൊക്കെ ആയിരിക്കും ഉള്ളത്. ശരിയാണ്, അതും ഒരു പ്രശ്നമാണ്. ഇപ്പൊ മിസ്സിന്റെ പാട്ട് വെച്ചതൊന്നും കേട്ടിട്ടില്ല മിസ്.
ഞങ്ങള് ട്യൂൺ അറിഞ്ഞൂടാ, എന്താ കാരണം അറിഞ്ഞൂടാ. കണക്ട് ചെയ്യാണ്ട് നിങ്ങൾക്ക് കേൾക്കില്ലായിരിക്കും, കണക്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇതിനകത്തുനിന്ന് പ്ലേ ചെയ്താൽ മാത്രമായിരിക്കും കേൾക്കുന്നത്. നമ്മളപ്പോ യൂട്യൂബ് ഇതിൽ എടുത്തിട്ട് ചെയ്യേണ്ടി വരും. പക്ഷെ അപ്പോ സ്ക്രീൻ കാണിക്കാൻ പറ്റില്ല, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വരും അത് പ്ലേ ആവുമ്പോ. അങ്ങനെയുണ്ട്. എന്താ ചെയ്യാ, ഇവിടെയാണെങ്കിലും മാം നമ്മളിപ്പോ ഒരു പാട്ട് വെക്കുമ്പോ മറ്റേ അവരെ മാത്രം ഫോക്കസ് ചെയ്യും, നമ്മളെ കാണിക്കത്തില്ല. സൗണ്ട് എവിടെയാണ് അവിടെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ ചെയ്യുമ്പോ അങ്ങനെയാ ആയത്. അതായത് പാട്ട് വെച്ച നികിതേനെ കിട്ടി, ഡാൻസ് കളിച്ച ഞങ്ങൾ ആരെയും കിട്ടിയില്ല മിസ്. നികിത പാട്ട് വെച്ചിട്ട് ഞങ്ങളുടെ ഡാൻസ് ആസ്വദിക്കുന്നതൊക്കെ കാണുന്നുണ്ടായിരുന്നു. ആ പാട്ട് ഫുള്ള് നികിതയായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം അതിനെന്തെങ്കിലും വഴിയുണ്ടോ മിസ്? പിന്നെ ഞങ്ങള് ഡാൻസ് കയറുന്നതിന് മുന്നേ റെക്കോർഡ് ഓൺ ആക്കിയിട്ട് ചെയ്യാൻ പറ്റും. സ്റ്റോറേജ് ഉണ്ടെങ്കിൽ അത് ആ ഒരു വഴി മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു, ഓൺലൈൻ ആയോണ്ട്. അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ വീട്ടിൽ ഹോം തിയേറ്റർ ഉള്ളവരുണ്ടോ? ഹോം തിയേറ്റർ ഉണ്ട് മിസ്, പക്ഷെ ഇവിടെ നല്ല ഒച്ചയില് കേട്ടാലും ഇതിൽ ഒന്നും കേൾക്കുന്നില്ല മിസ്. പക്ഷെ ഉണ്ടല്ലോ, ഇവിടെ ഇപ്പൊ തൊട്ടടുത്തൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, ഓണം സെലിബ്രേഷൻ നടക്കുകയാണ്. ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ അവിടെ നടക്കുന്ന പ്രോഗ്രാംസ് ഞാനിപ്പോ രാവിലെ ക്ലാസ്സിൽ കയറിയപ്പോ കുട്ടികൾ പറയുന്നത് ടീച്ചറെ പാട്ട് കേൾക്കുന്നത് ഭയങ്കര ശബ്ദമാണ്, പാട്ട് ക്ലിയർ ആയിട്ട് അവർക്ക് കേൾക്കാൻ പറ്റുന്നത്. ഇത് ഇപ്പോഴല്ല, തൊട്ട് കുറച്ചിച്ചിരി നീങ്ങിയിട്ടാണ് പാട്ട് കേൾക്കുന്നത് ഹോം തിയേറ്ററിനെ കേൾക്കുന്നത്. അപ്പൊ ഹോം തിയേറ്ററിന്റെ ഒന്ന് ഓണാക്കി നോക്കണോ? ഹോസ്റ്റലിൽ നോക്കിയിട്ടില്ലാന്ന് തോന്നുന്നു. ഒന്ന് നോക്കിട്ടോ, ഞങ്ങളപ്പോ കുറച്ച് കാര്യം പറയട്ടെ. ഓക്കെ, യെസ്. ഇപ്പൊ നമ്മള് ഒരു മോക്ക് ടെസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെ, ചൈൽഡ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട്. കണ്ടിരുന്നോ ക്വസ്റ്റ്യൻസ്? മനസ്സിലായോ? ചോദ്യങ്ങൾ അങ്ങനെയാണ് വരുന്നത്. ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ വായിച്ചു നോക്കിയിട്ട്? ഇല്ല. ഓക്കെ, ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, ശരിക്കും 5 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് തരേണ്ടത്. പക്ഷെ നമ്മൾ എക്സ്ട്രാ ചോദ്യങ്ങൾ കൊടുക്കാറുണ്ട്, 10-15 കൊടുക്കാറുണ്ട്. കാരണം നമുക്ക് 5 ചോദ്യം വെച്ചിരുന്ന എക്സാമിന് അത് ബുദ്ധിമുട്ടാവും വേറെ ഏത് രീതിയിലേക്ക് ചോദിച്ചാൽ. അതില് പിന്നെ അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻസ് എല്ലാം അവിടെ എഴുതിയെടുത്തായിരുന്നു? അത് ക്വസ്റ്റ്യൻ എഴുതിയെടുത്തില്ല? അത് നല്ല കാര്യമായിരിക്കും എഴുതിയെടുക്കുന്നത്. കാരണം ഒരു നോട്ട്ബുക്ക് എടുക്കുക, അപ്പൊ ഏത് ടീച്ചറാണ് ഏത് നോട്ടാണെന്നുള്ളത് ക്ലാസ് കഴിയുമ്പോഴാണല്ലോ നമുക്ക് കിട്ടുന്നത്, ചാപ്റ്റർ തീരുമ്പല്ലേ. അങ്ങനെ എഴുതി വെക്കുമ്പോൾ നോട്ടില് ആ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് അവിടെ ഉണ്ടാവും, അപ്പൊ നിങ്ങൾക്ക് അത് നോക്കി പഠിക്കാം. അത് നല്ല കാര്യമാണ്, അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പൊ അതിന് വേണ്ടി ഒരു നോട്ട് എടുക്കുക, പഴയ നോട്ട് എന്താണെങ്കിലും എടുക്കാം. മിസ് എനിക്ക് ക്ലാസ് റൂമിൽ കയറാൻ പറ്റുന്നില്ല, എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. എക്സാമോ? മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ ടെസ്റ്റ് ഇവിടെ ഒന്ന് കോൺടാക്ട് ചെയ്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ഓഫീസിലേക്ക്. ഓഫീസിൽ ചില ടെക്നിക്കൽ ടീമിനെ കോൺടാക്ട് ചെയ്യാം. എല്ലാവർക്കും കിട്ടുന്നില്ലേ നോട്ട്? ചില സമയത്ത് കിട്ടും, ചില സമയത്ത് കയറിയാൽ കിട്ടേയില്ല. ഞാൻ റീസ്റ്റാർട്ട് എല്ലാം ചെയ്ത് നോക്കി കയറാൻ വേണ്ടിട്ട്, പക്ഷെ പറ്റുന്നില്ല. ശരി, നിങ്ങൾക്ക് ഇതുമായി ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു വർക്ക് ചെയ്യാനുണ്ട്. നമ്മുടെ ചൈൽഡ് ആൻഡ് ഗ്രോത്ത് ഡെവലപ്മെന്റ് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു വർക്ക് ഉണ്ട്. അതായത് നമ്മളുടെ ഒരു കുഞ്ഞിന്റെ ആ ഒരു 9 മാസമുള്ള സ്റ്റേജസ് ഇല്ലേ, 9 മാസമുള്ള സ്റ്റേജസ്, അതായത് ഫസ്റ്റ് വീക്ക് തുടങ്ങി 9 months വരെയുള്ള ആ ഒരു പിക്ചർ കണ്ടിട്ടില്ലേ നിങ്ങള്? കാണിച്ചു തരാം. അത് നിങ്ങള് ചാർട്ട് പേപ്പറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബോണ്ട് പേപ്പറിലോ, ചാർട്ടോ ബോണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അത് വരയ്ക്കണം. അതായത് ഓരോ സ്റ്റേജസ് മീൻസ് ഫസ്റ്റ് മന്ത്, സെക്കൻഡ് മന്ത്, തേർഡ് മന്ത് തുടങ്ങി ഇങ്ങനെ 9 months വരെയുള്ള കുട്ടിയുടെ ആ ഡെവലപ്മെന്റ്സ് എങ്ങനെയാണെന്നുള്ള ഒരു പിക്ചർ ടേബിൾ കാണിച്ചു തരാം. മാം എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? ഞാൻ ഇപ്പൊ കേറിയിട്ടുള്ളൂ. ഒന്നും എടുത്തിട്ടില്ല. യെസ്, യെസ്. നമ്മുടെ ഫീച്ചർ ഡെവലപ്മെന്റിന്റെ സ്റ്റേജസ് ആണ്. ഇത് കണ്ടോ? കാണാൻ പറ്റുമോ? കാണാൻ പറ്റുന്നുണ്ടോ? കാണാമോ? നോ. ഇല്ല മാം. ചെറുതായിട്ട് കാണുന്നുണ്ട് മിസ്.
പ്രഗ്നൻസി സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് എന്നൊന്ന് ഗൂഗിൾ ചെയ്യാം കേട്ടോ. ഗൂഗിൾ ചെയ്യുമ്പോൾ അതിൽ പിക്ചർ വരും. ഇതിനകത്ത് ഒട്ടും കാണാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്? കുറച്ചുകൂടി നേരെ പിടിച്ചാൽ കാണാൻ പറ്റും മിസ്സേ. കുറച്ചുകൂടി നേരെ മിസ്സിന്റെ ഫേസിന്റെ നേരെ വെക്കോ. ഫേസിന്റെ നേരെ വെച്ചാൽ കാണാം. കുറച്ചുകൂടി മുന്നോട്ട്. കുറച്ചടുത്ത് ഇപ്പോഴോ? ലൈറ്റ് ഫോണിന്റെ ലൈറ്റ്. ഒരു സെക്കൻഡ്. സ്ക്രീന് ബ്രൈറ്റ്നസ് അങ്ങനെ ഗൂഗിളിൽ അടിച്ചാൽ കിട്ടുമോ പ്രഗ്നൻസി മതി മതി മതി. ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. പ്രഗ്നൻസി വീക്ക് ബൈ വീക്ക് ഇമാജസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഡെവലപ്മെന്റ് ഇമാജസ് എന്ന് നോക്കാൻ വരും. മിസ് ഒന്ന് പാട്ട് പ്ലേ ചെയ്ത് നോക്കട്ടെ മിസ്. സോങ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കട്ടെ. പ്ലേ ചെയ്തോ. ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ബാക്കി പറഞ്ഞുതരാം. സ്റ്റക്ക് ആവുന്നുണ്ടല്ലേ? കേൾക്കുന്നില്ലടോ. കേൾക്കുന്നുണ്ടോ മിസ്? ഇല്ല അല്ലേ? മിസ്സെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പ്ലേ ചെയ്തിട്ട്. ഓക്കെ ഓക്കെ. എടുക്കട്ടെ. ഇതിന്റെ പിക്ചർ നിങ്ങള് ചാർട്ടിലോ അതിന് വേണ്ടി ആരും വലിയ പൈസ ഇതൊന്നും കളർന്ന് കയ്യിലുള്ള മെറ്റീരിയൽസ് വെച്ച് വരയ്ക്കാം കേട്ടോ. ഓക്കെ. പെൻസിൽ ഉപയോഗിച്ചിട്ട് കളർ ചെയ്യണോ അത് നിങ്ങളുടെ ഇഷ്ടം. ക്രിയേറ്റിവിറ്റി ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. അത്രയും സ്റ്റേജസ് 9 months വരെയുള്ള സ്റ്റേജസ് ഉണ്ടായാൽ മാത്രം മതി കേട്ടോ. പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴത്തെ ഉള്ളതാണോ? ഫസ്റ്റ് മന്ത് മുതൽ 9th month വരെ? ബേബി ഉണ്ടായതിനു ശേഷമല്ലല്ലോ? അല്ല അല്ല അല്ല. മിസ് ചാർട്ട് പേപ്പറിലാണോ ചെയ്യേണ്ടത്? ഭ്രൂണത്തിന്റെ ഡെവലപ്മെന്റ് ആണ് കാണിക്കേണ്ടത്. വരയ്ക്കണമെന്ന് നിർബന്ധമാണോ? 8 വീക്ക് മുതൽ 40ാമത്തെ വീക്ക് വരെയുള്ള ആ പിക്ചർ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ കാണാം. ഫസ്റ്റ് അത് വരും കേട്ടോ. മിസ് ചാർട്ട് പേപ്പറിലാണോ? ചാർട്ടിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇങ്ങനെ ഇനിയും വരയ്ക്കാം. ഓക്കെ. കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ടാണ് അത്. ഭയങ്കര ബ്രൈറ്റ്നെസ് അതിന്. കാണുന്നുണ്ടോ ഇപ്പൊ? ഇല്ല. ഫേസിന്റെ നേരെ കാണുന്നുണ്ട് മിസ്. കാണുന്നുണ്ട് മിസ്. കാണുന്നുണ്ട്. കാണാം മാം. ഇപ്പൊ കാണാം. ഓക്കെ. മിസ് ഞാനൊന്ന് പ്ലേ ചെയ്യാവേ, ഒന്ന് നോക്കണേ. ഓക്കെ റെഡി സ്റ്റാർട്ട്. ചെയ്യാൻ വേണ്ടത് കേട്ടോ. കേൾക്കുന്നുണ്ടോ? ഇല്ല ഇല്ല ശരിയാ മിസ് ഇത് സാറിന് തന്നെ എന്തോ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് മറ്റേ ഒന്ന് വെയിറ്റ് ചെയ്ത് നിങ്ങൾ. ഓക്കെ മിസ്. ആരുടെയെങ്കിലും കയ്യിൽ ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടോ? ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ട്. ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടോ? ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ട്. ബ്ലൂടൂത്ത് സ്പീക്കറിൽ ഇട്ടാ കേൾക്കാൻ പറ്റൂലേ? അത് പക്ഷെ 2 വണ്ടിയിലുള്ള 2 വണ്ടിയിലോ? വണ്ടിയിൽ വെച്ച് തുടങ്ങേണ്ടി വരും. സൂപ്പർ ആയിട്ട് കേൾക്കാം. അയ്യോ അനുമോളാണോ വെച്ചേ? അനുമോളെ ആ ഫോൺ തന്നെ മതി. അനുമോളെ എന്താ ഈ ഐഡിയ നേരത്തെ തോന്നാതിരുന്നത്? വേറെ ഫോണുണ്ടോ? വീഡിയോ വെക്കാൻ വേറെ ഫോണുണ്ടോ? ഇതല്ലേ ഞാൻ ചെയ്തത്. അല്ലടാ. അപ്പൊ ഇത് മതി അനുമോളെ. മിസ് എവിടെ പോയി? മിസ് പറയാ. അപ്പൊ എന്നെ കാണുള്ളൂ. സൂപ്പറായിട്ട് കേൾക്കുന്നുണ്ട്. പക്ഷേ റെക്കോർഡിങ്ങിൽ എന്നെ മാത്രമേ കാണുള്ളൂ. അതല്ലേ പ്രശ്നം. അതെ അതെ.
അതൊന്ന് ബ്ലൂടൂത്തിലേക്ക് കണക്ട് ചെയ്താൽ മതി എന്നപ്പോ. മാം പോയിട്ട് ചോദിച്ചിട്ട് അത് വരട്ടെ. ശരിയാണല്ലോ അല്ലേ? നമ്മൾ അല്ലെങ്കിൽ സാരി ഇത് അവിടെ നിന്ന് സ്മാർട്ട് സ്ക്രീൻ എന്തെങ്കിലും ചെയ്യാം അവര്. അത് ചെയ്യാൻ പോയിട്ടുണ്ട്, ചോദിക്കാൻ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു മാം. അതെ, പാട്ട് എന്തായാലും ഓക്കെയാണ്. അനുമോള് വെക്കുമ്പോ കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളെല്ലാരും സെപ്പറേറ്റ് റെക്കോർഡ് ഓൺ ആക്കണം. അതെ, എല്ലാരും റെക്കോർഡ് ഓൺ ആക്കിക്കോളൂ കേട്ടാ. അന്നത്തെ ദിവസം ആ പരിപാടി സ്റ്റാർട്ട് ചെയ്യണ തൊട്ട് എല്ലാം കിട്ടിക്കോട്ടെ, കുഴപ്പമില്ലല്ലോ. അപ്പൊ നമ്മൾ എന്തായാലും നമ്മുടെ ഹോസ്റ്റലിൽ കിട്ടും. അല്ല പ്രോഗ്രാം നമ്മൾ ഇൻഡിപെൻഡന്റ് നമ്മൾ ചെയ്യുമ്പോ മിസ് പറഞ്ഞിട്ടില്ലായിരുന്നോ ഡാൻസ് എല്ലാം അടിപൊളിയായിരുന്നു എന്ന്? അപ്പൊ അവര് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അവര് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതാണെന്ന് കണ്ടത്. മറ്റേ പരിപാടിയുടെ എല്ലാന്ന് പറഞ്ഞേ. അല്ല മറ്റേ അവരല്ല, മറ്റേ ഇൻഡിപെൻഡൻസ് ഡേ ദിവസം ഉണ്ടായിരുന്നില്ലേ മാം, അപർണ മാം. അച്ഛനും അമ്മയ്ക്കും വേണ്ടി സാരിക കേൾക്കാൻ പറ്റുന്നുണ്ട് മിസ്, കാണാനും പറ്റുന്നുണ്ട്. എന്ത് തോന്നുന്നു? എല്ലാം കഴിഞ്ഞപ്പോ പായസം കുച്ചാൻ വന്നേക്കാം മോൻ. ഈ സോങ് ഉണ്ട് മിസ്. പക്ഷെ സ്റ്റക്ക് ആവുന്നുണ്ടോ എന്നൊരു സംശയം മിസ്. പൂവേ 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 കളറാവട്ടെ, ചിരി 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 ചിരിക്കണ ചുണ്ടേ 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 പവറാവട്ടെ, മുല്ലേ 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 മുടിമേലെ മണം പരത്തണം, മലയാള കരയിലക്കണം, വിളമ്പാനായില നിരത്തണം. നന്നായിട്ട് കേൾക്കുന്നുണ്ട്. ഏത് മൂട് അത്തം മൂട്, ഏത് മൂട് പുക്കള മൂട്, ഏത് മൂട് മുണ്ട് മൂട്, ഏത് മൂട്. കളയട്ടെ. മിസ് അത് ഓക്കെയാണ്. കേൾക്കുന്നുണ്ട് മാം. നിങ്ങൾക്ക് ഈ പാട്ടുണ്ടോ? യെസ്, ആ പാട്ട് ചേച്ചി അപ്പൊ നമ്മൾ എഡിറ്റ് ചെയ്തത് അയച്ചു കൊടുക്കണം അല്ലേ? അതെ. ഓക്കെ, കേൾക്കാലോ മിസ് കേൾക്കാം. പിന്നെ അനുമോളുടെ മൊബൈലിൽ കേൾക്കുന്നുണ്ട്. ഇങ്ങോട്ട് ഇവിടെ ടെക്നിക്കൽ ടീമിന് അയച്ചു കൊടുക്കുക പാട്ട് നിങ്ങൾ എഡിറ്റ് ചെയ്തത് കേട്ടോ. നിങ്ങളിവിടെ പ്ലേ ചെയ്ത് നോക്കട്ടെ, അത് കേൾക്കാൻ പറ്റുന്നുണ്ട്. നമ്മള് യൂട്യൂബിൽ നിന്ന് എടുത്തതാണ്. ഓക്കെ, നിങ്ങൾ പക്ഷെ എഡിറ്റ് മിക്സ് ചെയ്തായിരിക്കില്ലേ പാട്ട്? അതെ അതെ മാം. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ സ്റ്റേറ്റസ് വരയ്ക്കണമെന്ന് പറഞ്ഞത് ഓണം കഴിഞ്ഞിട്ട് മതി കേട്ടോ. ഞാൻ ഡേറ്റ് പറയാം. അപ്പൊ നിങ്ങൾ ആദ്യം ഒന്ന് എനിക്ക് ഓൺലൈനിൽ ഒന്ന് കാണിക്കണം വരച്ചത്, അല്ലാതെ കയ്യിൽ അത് വെച്ചാൽ മതി കേട്ടോ. വൈവയുടെ സമയത്ത് കാണിച്ചാൽ മതി. വരയ്ക്കാൻ പറ്റുമോ? 29 അല്ലേ? നിങ്ങളൊരു സെപ്റ്റംബർ 15, ഏത് ദിവസമാണ് സെപ്റ്റംബർ 15? ഓണം കഴിഞ്ഞിട്ട് ഫ്രൈഡേ ആണല്ലോ. മൺഡേ ആണോ? മൺഡേ ആണ് മിസ്. 19 മതി. 19 കേട്ടോ. മിസ് ആക്ടിവിറ്റി ബുക്കിൽ വരച്ചാൽ മതിയോ? ആക്ടിവിറ്റി ബുക്കില് മറ്റേ പിക്ചർ വരച്ചാൽ മതിയോ? നിങ്ങൾ ആക്ടിവിറ്റി ബുക്കിലോ ഇഷ്ടമുള്ള പോലെ നിങ്ങൾ പേപ്പറിലോ ചാർട്ടിലോ എങ്ങനെയാണെങ്കിലും ചെയ്താൽ മതി വർക്ക്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് കേട്ടോ. ഓക്കെ മിസ്. ഓക്കെ, പിന്നെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒന്നും കുഴപ്പമൊന്നുമില്ലല്ലോ? എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലല്ല വന്നിരിക്കുന്നത്? എല്ലാവരോടും കൂടിയാണ് ചോദിക്കുന്നത്. സെപ്റ്റംബർ 19, സെപ്റ്റംബർ 19 തീയതിയാണ് കാണിക്കാൻ പറ്റുന്നത്. ഓണമൊക്കെ കഴിഞ്ഞിട്ട് സമാധാനമായിട്ടൊക്കെ വെച്ചാൽ മതി. പ്രത്യേകം പറയാം, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നിങ്ങൾ വരയ്ക്കുക. അതിനു വേണ്ടി ഒരു പൈസ കണക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ട കേട്ടോ.
പിന്നെ വേറെ എന്താണ്? ഇപ്പൊ നമ്മളിന്ന് സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, ഫിസിക്കൽ ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് എന്ന ചാപ്റ്റർ. ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്. പാട്ട് വല്ലതും കേൾക്കുന്നുണ്ട് ഇവിടുന്ന്? കേൾക്കുന്നുണ്ട് ചെറുതായിട്ട്. കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ? പാട്ട് കേൾക്കുന്നുണ്ട് ഇവിടുന്ന്? കുറച്ച് കേൾക്കുന്നുണ്ട് മാം, കുറച്ച് കേൾക്കുന്നുണ്ട്. ഈ സിസ്റ്റത്തിന് വെച്ചതാണ് മിസ് നന്നായിട്ട് കേൾക്കുന്നത്. നല്ല കേൾക്കുന്നത്. അപ്പുറം പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. ആ ഇല്ല മിസ് കേൾക്കുന്നില്ല. PDF വരുന്നില്ലല്ലോ. അത് ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളുടെ പ്രോഗ്രാമാണ് അവിടെ. അവരാണ് ആ പാടുന്നത്. നന്നായിട്ട് ഡാൻസും കളിക്കുന്നുണ്ട്, പാട്ടും ഉണ്ട്. കുറച്ചു നേരം ഉച്ചയ്ക്ക് കണ്ടുവിടുന്നു. നമുക്ക് ജനലിന്റെ ഇതിൽ നോക്കിയാൽ കാണാൻ പറ്റും. മിസ് പ്രോഗ്രാം എവിടെയായിട്ടാണ് അപ്പൊ നടക്കുന്നത്? പാലിയം സ്കൂൾ ഗ്രൗണ്ട് ഇല്ലേ? പാലിയം സ്കൂളിന്റെ ഗ്രൗണ്ട്. പാലിയം ഗ്രൗണ്ടിലായിട്ടാണ്. ഓക്കെ. സെക്കൻഡ്. പിന്നെ PDF ഓപ്പൺ ആവുന്നില്ല. നമുക്ക് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയാം. ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റിനെ പറ്റി നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പറയണം. എന്താണ് ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്? എക്സ്റ്റേണൽ ബോഡി ഡെവലപ്മെന്റ് അല്ലേ മിസ്? യെസ്. മോട്ടോർ ഡെവലപ്മെന്റ് എന്താണ്? കുഞ്ഞുങ്ങളുടെ ഒക്കെ വളർച്ച. ആണോ? രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്. എന്താണ് ഫിസിക്കൽ ഡെവലപ്മെന്റിലെ കുട്ടികൾക്ക് എന്തൊക്കെ ഫിസിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ട്? ഹൈറ്റ് വെക്കും, വെയിറ്റ്, ഫുൾ ബോഡിക്ക് വരുന്ന ചേഞ്ചസ് അല്ലേ മാം ഫിസിക്കൽ ചേഞ്ചസ് വരുന്നത്? എപ്പോഴാണ് ഫിസിക്കൽ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഏത് സമയത്താണ് ഫിസിക്കൽ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അങ്ങനെ ഉണ്ടാവില്ലേ മാം? ആണോ? ആലോചിച്ച് നോക്കിയിട്ട് പറയാം. യൂട്രസിനുള്ളിൽ തന്നെ വെച്ച് ഫിസിക്കൽ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. ഫിസിക്കൽ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. മോട്ടോർ ഡെവലപ്മെന്റ് എവിടെ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അതും ഫീറ്റസ് ആയിരിക്കുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മോട്ടോർ ഡെവലപ്മെന്റോ? 4-5 monthsന് ശേഷമാണോ മാം? എന്തോ? ഞാൻ ഈ PDF ഒന്ന് കിട്ടുമോ നോക്കട്ടെ കേട്ടോ. അത് ഓപ്പൺ ആവുന്നില്ല. ഈ മൈൽസ്റ്റോൺസ് ജനിച്ചു കഴിഞ്ഞിട്ടല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നേ? മോട്ടോർ ഡെവലപ്മെന്റ് ആണോ? ഉറപ്പാണോ? എല്ലാരും പറയട്ടെ. യൂട്രസിനുള്ളിൽ തന്നെ വെച്ച് കുട്ടികൾ കാര്യം കൈയെടുത്ത് ഇതാവില്ലേ, ചലിക്കാറുണ്ടല്ലോ. അപ്പൊ യൂട്രസിനുള്ളിൽ തന്നെ വെച്ച് സ്റ്റാർട്ട് ആവില്ലേ? കേട്ടോ. മോട്ടോർ ഡെവലപ്മെന്റ് ഓക്കെ. ഇത് വായിച്ചു നോക്കിയിട്ടെന്ന് പറഞ്ഞേ. ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്. ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്താണെന്ന് ഉത്തരിക്കുന്നത്. അത് വായിച്ചു നോക്കട്ടെ. എന്നിട്ട് പറയും. ശബ്ദം വരുന്നുണ്ടോ? യെസ് മിസ്.
ചെറിയൊരു എന്തോ ഒരു സൗണ്ട് പോലെ ഉണ്ട്, ക്ലിയർ അല്ല. വായിച്ചു നോക്കിയിട്ടൊന്ന് പറയണേ. ആരാ പറയുന്നേ? ഫിസിക്കൽ ഡെവലപ്മെന്റ്. ഇതാണോ വായിച്ചു നോക്കിയിട്ട് പറയാൻ പറ്റില്ലേ? മിസ് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണോ? അല്ല, ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്താണ് എന്ന് മാത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, ഫസ്റ്റ് പാരഗ്രാഫ്. ഓക്കെ ഓക്കെ. ഞാൻ പറയാം. പറയാം. ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ചേഞ്ചസ് ആണ് വരുന്നത്. അതായത് എക്സ്റ്റേണലും അതുപോലെ ഇന്റേണൽ ബോഡിയിലുള്ള ചേഞ്ചസ് ആണ് ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇങ്ങനെ ചേഞ്ചസ് വരുമ്പോഴാണ് അവര് ഓർഗൻസ് ആയാലും എന്തായാലും ഫങ്ഷൻസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഫിസിക്കൽ ഡെവലപ്മെന്റിലൂടെയാണ് സാധ്യമാകുന്നത്. യെസ്, വെരി ഗുഡ്. എന്താണ് ഫിസിക്കൽ ഡെവലപ്മെന്റ് അഥവാ ശാരീരിക വികസനം എന്ന് പറയുന്നത്? എന്താണ്? ശൈശവാവസ്ഥയിൽ തന്നെ അത് ആരംഭിക്കുകയാണ് അല്ലെ? അതായത് എന്താണ് അവിടെ സംഭവിക്കുന്നത്? എന്ത് പ്രോഗ്രസീവ് ആയിട്ടുള്ള ചേഞ്ച് ആണ് ഉണ്ടാകുന്നത്? എക്സ്റ്റേണൽ ആയിട്ടും ഇന്റേണൽ ആയിട്ടുള്ള ബോഡി ഓർഗൻസ് അവിടെ ഫോം ചെയ്ത് കഴിഞ്ഞു. ഓൾറെഡി ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഫങ്ഷൻ അവിടെ വെച്ച് തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ, അല്ലെങ്കിൽ കൃതിയ പറഞ്ഞ പോലെ തന്നെ എന്താ അത് അവിടെ വെച്ച് തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു തുടങ്ങി. ഓക്കെ, ഇനി കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോഴാണ് ഫിസിക്കൽ ഡെവലപ്മെന്റിൽ കൂടുതലായിട്ട് എന്ത് സംഭവിക്കുന്നത്? ചേഞ്ചസും വികസനവും ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അപ്പൊ ഇതിന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഫിസിക്കൽ ഡെവലപ്മെന്റിന്റെ സവിശേഷതകൾ എന്ന് പറയുമ്പോൾ ജനറൽ ആയിട്ടുള്ളത്? ഫസ്റ്റ് വരുന്നുണ്ട്, സൗണ്ട് വരുന്നുണ്ടോ? സൗണ്ട് വരുന്നുണ്ടോ? ചെറുതായിട്ടേ ഉള്ളൂ, കുഴപ്പമില്ല. നിങ്ങൾക്ക് ചെറുതായിട്ടാണ്, എനിക്ക് നല്ല വലുതായിട്ടുള്ള കേൾക്കാം. വലിയൊരു ക്ലാരിറ്റി ഇല്ല. Physical development is very swift during infancy 0 to 2 years. അതായത് ശാരീരിക വികസനം ശിശുകാലത്ത് 2 വയസ്സ് മുതൽ
അല്ല 0 to 2 years വരെയുള്ള സമയത്ത് വളരെ വേഗത്തിലാണ് നടക്കുന്നത് എന്നുള്ളത്. വേഗത്തിലാണ് നടക്കുന്നത് അല്ലെ? 0 to 2 years വരെയുള്ള കാലഘട്ടത്തില് ഭയങ്കര ഡിസ്റ്റർബൻസ് കേട്ടോ. അതുകൊണ്ടാണ് മിസ് ആരോ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയാണോ? ഓ അത് ശരി, അതായിരിക്കും. അപ്പൊ 0 to 2 years വരെ വേഗത്തിലാണ് വളർച്ച ഉണ്ടാവുന്നത് എന്നുള്ളത്. സെക്കൻഡ് പോയിന്റ് എന്താണ്? പീരീഡ് ഓഫ് പ്രീ ചൈൽഡ്ഹുഡ്. 3 to 6 years is the period of fixation, that is what is attained in infancy is stabilized. അതായത് പ്രീ സ്കൂൾ എന്ന് പറയുമ്പോൾ പ്രീ ചൈൽഡ്ഹുഡ് ഇയേഴ്സ് ആണ്. നോട്ട് ഇയേഴ്സ് നോട്ട് ചെയ്ത് പോകണം, എക്സാമിൽ ചോദിക്കും. പ്രീ ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെയാണ്? 3 to 6 years. ആ പീരീഡിൽ എന്താണ് നടക്കുന്നത്? അതിന്റെ പ്രത്യേകത എന്താണ്? പീരീഡ് ഓഫ് ഫിക്സേഷൻ എന്ന് പറഞ്ഞ എന്താ? പീരീഡ് ഓഫ് ഫിക്സേഷൻ വളർച്ച സ്ഥിരത സ്ഥാപിക്കുന്നു. സ്ഥിരത പ്രാപിക്കുന്നു അല്ലെ? സ്റ്റേബിൾ ആവേണ്ടതല്ല അല്ലെ? അതെ, ഉറപ്പാവുന്നു എന്നുള്ളത്. മിഡിൽ ചൈൽഡ്ഹുഡിലേക്ക് ആവുമ്പോഴോ ഫിസിക്കൽ ഡെവലപ്മെന്റ് 7 to 9 years show again a period of growth and development. But the rate of growth is low in comparison in infancy. മിഡിൽ ചൈൽഡ്ഹുഡിൽ നടക്കുന്ന ഫിസിക്കൽ ഡെവലപ്മെന്റ് എങ്ങനെയാണ്? അതായത് മധ്യബാല്യകാലത്ത് 7 to 7 വയസ്സ് മുതൽ 9 വയസ്സ് വരെ വീണ്ടും വളർച്ചയും വികസനവും സംഭവിക്കുന്നു. കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? പക്ഷെ ഇവിടെ റേറ്റ് ഓഫ് ഗ്രോത്ത് ഈസ് സ്ലോ ഇൻ കമ്പാരിസൺ ടു ഇൻഫാൻസി. എന്നാൽ ശിശുകാലത്തിനേക്കാൾ വേഗം കുറവായിരിക്കും. ഇൻഫാൻസി പീരീഡിലെ കുട്ടിയുടെ ഗ്രോത്ത് എങ്ങനെയായിരുന്നു? ഇൻഫാൻസി പീരീഡില് വളരെ വേഗത്തിലുള്ള വളർച്ചയായിരുന്നു. എന്നാൽ മിഡിൽ ചൈൽഡ്ഹുഡ് ആകുമ്പോൾ ഇൻഫൻസിനെക്കാളും ഗ്രോത്ത് കുറവായിരിക്കും. ലേറ്റർ ചൈൽഡ്ഹുഡ് ആകുമ്പോഴോ? ലേറ്റർ ചൈൽഡ്ഹുഡ് 10 മുതൽ 13 വയസ്സ് വരെ ഈ സെക്കൻഡ് പീരീഡ് ഓഫ് ഫിക്സേഷൻ. വീണ്ടും സ്ഥിരതയുടെ കാലഘട്ടമായിരിക്കും. ഫിക്സേഷൻ പീരീഡ് പിന്നെയും സ്റ്റാർട്ട് ചെയ്യണം അല്ലെ? പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്യാണ് ലേറ്റർ ചൈൽഡ്ഹുഡ്. അപ്പൊ ലേറ്റർ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് 10 to 13 years ആണ്. ഇയർ എല്ലാം നോട്ട് ചെയ്ത് പോണം കേട്ടോ. ഓക്കെ, ഇതിൽ നിന്ന് ചോദ്യം വരുന്നത് കംപ്ലീറ്റ്ലി ഇയേഴ്സ് നോക്കിച്ചിട്ടാണ്. ലേറ്റർ ചൈൽഡ്ഹുഡ് പീരീഡ് എപ്പോഴാണ്, മിഡിൽ ചൈൽഡ്ഹുഡ് പീരീഡ് എപ്പോഴാണ്, കൺഫ്യൂഷൻ വരാതിരിക്കരുത് കേട്ടോ. അപ്പൊ ഇയേഴ്സ് അണ്ടർലൈൻ ചെയ്ത് പോവാം. Then the first 3 years of adolescence, early adolescence, are marked as the years of rapid growth and development. എന്താ പറയുന്നത്? The first 3 years of adolescence are marked as the years of rapid growth and development. കൗമാരത്തിന്റെ ആദ്യത്തെ 3 വർഷങ്ങൾ ആദ്യ കൗമാരം എന്നും മാർക്ക്ഡ് ആസ് ദ ഇയേഴ്സ് ഓഫ് റേപ്പിഡ് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, ഞാൻ ചോദിക്കാം, മേഘ ഒന്ന് പറയാൻ പറ്റുമോ? മേഘ, അതായത് മിസ് കൗമാരത്തിന്റെ ആദ്യ വർഷം വളർച്ചയും അതുപോലെ തന്നെ വികസനവും വളരെ വേഗത്തിലായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് പറഞ്ഞേ, നിങ്ങൾ അഡോളസൻസ് പീരീഡിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് കുട്ടികളിൽ വരുന്നത്? ഫിസിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ്. സൗണ്ട് ആദ്യമേ തന്നെ സൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാണ് മിസ് ചെയ്യുന്നത്. ആൺകുട്ടികളിലാണെങ്കിൽ കുറച്ച് ഘനമുള്ള സൗണ്ട് ആയിരിക്കും, പെൺകുട്ടികളിലാണെങ്കിൽ കുറച്ചും കൂടി നല്ല സൗണ്ടിൽ ക്ലാരിറ്റി ഉണ്ടാവും. വേഗത്തില് വളർച്ചയും വികസനവും സംഭവിക്കുന്നു. വേഗത്തില് കേൾക്കുന്നില്ല കേട്ടോ. നമുക്കറിയാം ചില പീരീഡില് പെൺകുട്ടികൾക്ക് ഈ ഒരു സമയത്ത് ഈ ഒരു സ്റ്റേജിൽ ഇപ്പോ അഡോളസന്റ് പീരീഡിൽ പീരീഡ്സ് ആവുന്ന കുട്ടികളുണ്ട് അല്ലെ? മെൻസ്ട്രേഷൻ സംഭവിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോഴും അവർക്ക് എന്ത് സംഭവിക്കുന്നു? ആ മെൻസ്ട്രൽ പീരീഡിന് തൊട്ട് മുമ്പായിട്ടും ഫിസിക്കൽ ചേഞ്ചസ് വരുന്നുണ്ട്. അതായത് ചില കുട്ടികൾ എന്താണ് ഫിസിക്കൽ ശാരീരികമായിട്ട് പല ഭാഗങ്ങൾ പല ഓർഗൻസിൽ ഡെവലപ്മെന്റ്സ് സംഭവിക്കുന്നുണ്ട്. അതേപോലെ അതാണ് പെൺകുട്ടികളിൽ വരുന്നത്. അതേപോലെ തന്നെ എന്താണ്
നമ്മുടെ ആൺകുട്ടികളെ വെച്ച് നോക്കുന്ന സമയത്ത് അവരുടെ ശബ്ദം ആദ്യം ചേഞ്ച് ചെയ്യും അല്ലെ? ശബ്ദത്തിന് കുറച്ചുകൂടെ ഗാംഭീര്യം വരും അല്ലെ? അതേപോലെ തന്നെ മീശ വരും അല്ലെ? മീശ വരും, കൃതാവ് എന്നുള്ളവർക്ക് ചിലത് വരും, പിന്നെ നിറച്ച് ഫേസിലൊക്കെ പിമ്പിൾസ് വരും. പെട്ടെന്ന് അങ്ങ് ഹൈറ്റ് ഗ്രോത്ത് ചെയ്യും അല്ലെ? പെട്ടെന്ന് ഹൈറ്റും കൂടും, ചിലപ്പോ വെയിറ്റും വെക്കും. അത് ആ ഒരു പീരീഡിന്റെ ചേഞ്ച്, ശരിക്കും ആ ഒരു ഹോർമോണൽ ചേഞ്ചസ് വരുന്ന സമയത്താണ് ആ ഡെവലപ്മെന്റ്സ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടെയും എന്താണ് ഫിസിക്കൽ ഡെവലപ്മെന്റ് സ്റ്റേബിൾ ആയിട്ടാണ്, അല്ലെങ്കിൽ അവിടെ പൂർണ്ണ രൂപത്തിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നീട് അവിടെ ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ടെങ്കിലും ആ അഡോൾസൺ പീരീഡ് ആണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതായത് നമ്മളൊരു ശരിക്കും പറഞ്ഞാൽ ഒരു മെച്യൂർ ഫീൽഡിലേക്ക് പോകുന്നതിന് മുമ്പ് തൊട്ട് മുമ്പുള്ള ഒരു കാലഘട്ടമാണ്. ദെൻ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പീരീഡ് കൂടിയാണ് അല്ലെ? ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പീരീഡ് എന്ന് പറയാൻ കാരണം എന്താണ്? ഒരുപാട് ഇമോഷൻസ് ആണ് ആ ഒരു പീരീഡിൽ കടന്നു പോകുന്നത് അല്ലെ? ഡെവലപ്മെന്റ്സും അല്ലെങ്കിൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്സിനെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു ബിഹേവിയറിൽ ഉണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങൾ അതിൽ വരുന്നുണ്ട്. ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണം അവിടെ ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൽ നിന്നാണ് ശരിക്കും ആ ഒരു സമയത്താണ് ഇൻട്രോവേർഷൻ എക്സ്ട്രോവേർഷൻ എന്നുള്ള ഒരു കാറ്റഗറിയിലുള്ള കുട്ടികൾ പോയി തുടങ്ങുന്നത് എന്നാണ് നമ്മുടെ പഠനങ്ങളിൽ പറയുന്നത്. ഓക്കെ, ശരിക്കും സ്വഭാവ രൂപീകരണത്തിന്റെ ഒരു ബേസ് എന്നൊക്കെ പറയുന്നത് ചില കുട്ടികൾ കണ്ടിട്ടില്ല നമ്മളെ ഈ ഒരു കൗമാരകാലം എടുക്കുന്ന സമയത്ത് അവരുടെ മൊത്തത്തിൽ നേച്ചറുമാണ്. ചിലപ്പോ അധികം സംസാരിക്കാതിരുന്ന ഒരാള് ചിലപ്പോ ആ ഒരു പീരീഡ് കഴിയുമ്പോൾ ചിലപ്പോൾ സംസാരിച്ചെന്നിരിക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് സംസാരിച്ചിരുന്ന പെൺകുട്ടി ഈ മെൻസ്ട്രേഷൻ പീരീഡ് ആയി കഴിഞ്ഞതിന് ശേഷം എന്താണ് ഒന്ന് പിന്നിലേക്ക് മൗനമായിരിക്കും, സംസാരിക്കൂല അധികം. യെസ്, അപ്പോ നമ്മള് ഈ ഒരു എല്ലാ പീരീഡ്സിനെ വെച്ച് നോക്കുമ്പോൾ ഫിസിക്കൽ ഡെവലപ്മെന്റ് ഏറ്റവും കൂടുതൽ ഒരു ബേസ് എന്ന് പറയുന്നത് അഡോൾസന്റ് പീരീഡ് ആണ്. ദെൻ ലാസ്റ്റ് വൺ, ഫിസിക്കൽ ഗ്രോത്ത് സീസേഴ്സ് ബൈ വെൻ മെച്യൂരിറ്റി ഈസ് അറ്റൈൻഡ്. എന്താ പറയുന്നത്? അതായത് മെച്യൂരിറ്റി എത്തുമ്പോ വളർച്ച അവസാനിക്കുന്നു, അങ്ങനെയാണ് പറയുന്നത്. മെച്യൂരിറ്റി ആവുമ്പോൾ അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? ഗ്രോത്ത് അറ്റൈൻ ചെയ്യുന്ന സമയത്ത് ഗ്രോത്ത് പൂർണ്ണമാവുന്ന മെച്ചുവേർഡ് ആവുന്ന സമയത്ത് എന്താണ് ഗ്രോത്ത് സ്റ്റോപ്പ് ആവുന്നു എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ? ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിസിക്കൽ ഡെവലപ്മെന്റ് ആണ്. ശാരീരിക വളർച്ചയുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ഡിസ്കണക്റ്റഡ് ആവുന്നത് നിങ്ങളുടെ നെറ്റ് പോകുന്നുണ്ടാവുള്ളൂ, അതുകൊണ്ടായിരിക്കും. നിങ്ങൾ നോക്കേണ്ടത് ഇയേഴ്സ് ആണ്. ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കാറ് പ്രീ ചൈൽഡ്ഹുഡ് പീരീഡ് എപ്പോഴാണ്, 3 to 6 years, ഇതൊക്കെ മാറ്റി മറിച്ചൊക്കെ ചോദിച്ചപ്പോൾ കൺഫ്യൂഷൻ വരരുത്. കൃത്യമായിട്ട് അത് ബൈഹാർട്ട് ആയിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിക്കണം: ഇൻഫാൻസി പീരീഡ് 0 to 2 years, പ്രീ ചൈൽഡ്ഹുഡ് 3 to 6 years, മിഡിൽ ചൈൽഡ്ഹുഡ് 7 to 9 years, ആൻഡ് ലേറ്റർ ചൈൽഡ്ഹുഡ് 10 to 13 years. ആൻഡ് അഡോൾസന്റ് പീരീഡ് എന്ന് പറയുമ്പോൾ എപ്പോഴാണ് അഡോൾസന്റ് പീരീഡ്? എപ്പോഴാണ് അഡോൾസന്റ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 10 to 13 സ്റ്റാർട്ടിങ് 16 വരെ പോകും. 16 വരെയും പോകും. ഓക്കെ, യെസ്, വെരി ഗുഡ്. ഇനി ഇവിടെ ഒരു ആക്ടിവിറ്റി ഉണ്ട്, നിങ്ങൾക്ക് അതിപ്പോ ചെയ്യാനായിട്ട് ഞാൻ തരുന്നില്ല, ഫോണൊക്കെ അല്ലേ വേണ്ട. ഇതേ നമ്മുടെ ബോയ്സിന്റെയും ഗേൾസിന്റെയും വെയിറ്റും ഹൈറ്റും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ടേബിളില്, ഉണ്ടാവും. അപ്പൊ ഓരോ ഏജും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ 3 വയസ്സുള്ള കുട്ടിയുടെ ഹൈറ്റും വെയിറ്റും അത് ബോയ്സിന്റെയും ഗേൾസിന്റെയും വരുന്നുണ്ട് കേട്ടോ. 4 വയസ്സുള്ള കുട്ടി, 5 വയസ്സുള്ള കുട്ടി, 6 വയസ്സുള്ള കുട്ടി. നമുക്കൊരു എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കുള്ള ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം എന്നാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നിങ്ങളുടെ വീടിന് അടുത്തുള്ള ഇതേപോലെ 4 പേര് ഇവിടെ നിന്ന് കിട്ടും മിസ്, നമ്മുടെ കുട്ടികളുടെ തന്നെ എടുക്കാമല്ലോ. ഇപ്പൊ നമുക്കൊരു സെൻസസ് എടുക്കാനുണ്ടായിരുന്നു, സ്കൂളില് അയക്കാനുണ്ടായിരുന്നു 3 പേരുടെ. അപ്പൊ അതുകൊണ്ട് അവരുടെ എടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ 3 or 4 നിങ്ങൾക്ക് കിട്ടുന്ന പോലെ ഏകദേശം 6 വയസ്സുള്ള കുട്ടികളാണ് കേട്ടോ. 3 to 6 ആണ് നമ്മൾ നോക്കേണ്ടത്. 3 to 6 years വരെയുള്ള കുട്ടികളുടെ വെയിറ്റും ഹൈറ്റും നിങ്ങൾ ആളുടെ പേര് എഴുതാം. ആൺകുട്ടി പെൺകുട്ടി അങ്ങനെ തന്നെ കണ്ടുപിടിക്കണം കേട്ടോ. ആൺകുട്ടി പെൺകുട്ടി. യെസ്. ഇൻ കേസ് ചെയ്യാൻ പറ്റാത്തവര് വേണ്ട. ഇനി അത് റിസ്ക് ആണ്, പുറത്തുനിന്ന് പോയ പിള്ളേരെ ഒന്നും നോക്കാൻ പറ്റില്ല, അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ വേണ്ട. പറ്റുന്നവര് ചെയ്യാം, ഇത്രയും പറയാനുള്ളൂ കേട്ടോ. നമ്മൾ ആരെയും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നില്ല, നിങ്ങളുടെ ഇഷ്ടമാണ്. യെസ്. അപ്പൊ അതാണ് ഒരു ആക്ടിവിറ്റി. അപ്പൊ എങ്ങനെയാണ് ഇവിടെ പറയുന്നത്? ഫിസിക്കൽ ഗ്രോത്ത് ഈസ് കാൽക്കുലേറ്റഡ് ബൈ മെഷറിംഗ് ദ ഹൈറ്റ് ആൻഡ് വെയിറ്റ് അറ്റ് റെഗുലർ ഇന്റർവെൽസ്. ആവറേജ് ഹൈറ്റ് ഓഫ് എ 3 years old is 96 centimeter and his weight is 30 kg. ഫിസിക്കൽ ഗ്രോത്ത് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ഹൈറ്റ് ആൻഡ് വെയിറ്റ് അറ്റ് റെഗുലർ അല്ലെ, റെഗുലർ ഇന്റർവെൽസിൽ ഹൈറ്റ് ആൻഡ് വെയിറ്റ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞ ഒരു ആവറേജ് ഹൈറ്റ്, അതായത് 3 years
കുട്ടിക്ക് എത്രത്തോളം ഹൈറ്റ് വേണം? 3 years ഉള്ള ഒരു കുട്ടിക്ക് 96 centimeter 96 centimeter എങ്കിലും വേണം. and his weight is 13 kg. 13 kg ആണ് പറയുന്നത് അല്ലെ? ഓക്കെ. അപ്പൊ നമ്മൾ ഇത് പരിശോധിക്കുന്ന സമയത്ത് എത്ര കുട്ടികൾ അണ്ടർ വെയ്റ്റഡ് ആണെന്ന് നമുക്ക് അറിയാൻ പറ്റും. നോക്കുമ്പോൾ അതായത് ഒരു പ്രായത്തിന് അനുയോജ്യമായിട്ടുള്ള വെയിറ്റ് ആണോ ഹൈറ്റ് ആണോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതിനും കൂടി വേണ്ടിയിട്ടാണ് അത് നോക്കാന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയായിരിക്കണം നിങ്ങൾ അനലൈസ് ചെയ്യേണ്ടത്. ബാക്കി ചെയ്യേണ്ടത് മിസ് അതെ ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ മിസ്സേന്ന് വിളിക്കുമ്പോ പതുക്കെ വിളിക്കണം കേട്ടോ. ഭയങ്കര ഒച്ചരാണ് ഇവിടെ കേൾക്കുന്നത്. സോറി. അതെ ഇതിപ്പോ നമ്മുടെ വീടിന്റെ അടുത്ത കുട്ടികൾ എന്ന് പറയുമ്പോ ഇപ്പൊ നമ്മുടെ കുട്ടികൾ തന്നെ അതിൽ ആഡ് ചെയ്യാൻ പറ്റുമോ? ചെയ്തു. ഞാൻ അറിയുന്നതാ നിങ്ങളുടെ കുട്ടിയാണോ അല്ലേന്ന്. അതൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. കുട്ടികളായാൽ മതി. ഓക്കെ. പിന്നെ വേറൊരു കള്ളത്തരം ചെയ്യരുത്. ഈ ഏജ് വിചാരിച്ചിട്ട് അങ്ങനെ എഴുതി വെച്ചാ അത് പിടിക്കപ്പെടും കേട്ടോ. അങ്ങനെ ചെയ്യില്ലെന്ന് അറിയാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ. ഏജ് ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്കതൊക്കെ നമ്മൾ എക്സ്പേർട്ട് ആണല്ലോ, നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും. നമ്മുടെ കുട്ടികൾ എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ വയസ്സിൽ എങ്ങനെ ഇരിക്കുന്നു, ഹൈറ്റ് ഉണ്ടാവും, വെയിറ്റ് ഉണ്ടാവും, അതൊക്കെ നമുക്കറിയാം. ആ കാൽക്കുലേഷൻ വേണ്ട, നമുക്ക് റിയൽ ആയിട്ട് അത് ചെയ്യണം കേട്ടോ. 3 to 6 years ആകുമ്പോ എന്തായാലും പോകേണ്ടി വരും മിസ് അന്വേഷിച്ച്. ഇവിടെ ഒരാള് 10 വയസ്സും ഒരാള് 13-14 വയസ്സുമായി. മൂത്ത കുട്ടികള്. മോള് 4 വയസ്സ്. 3 to 6 എന്നുള്ളത് മാറ്റി നമുക്ക് 3 to ഏത് 10 വയസ്സ് വേണമെങ്കിലും ആക്കാന്നാണെങ്കിൽ ഓക്കെ. 10 വരെ മതി കേട്ടോ. കുട്ടികളൊക്കെ നോക്കാം, അതാവുമ്പോ കുഴപ്പമുണ്ടാവില്ല. അതിപ്പോ 2 പേരെ കിട്ടും മിസ്. ഇത് ഒന്ന് കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും 2 കുട്ടികൾ എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് എടുത്താൽ മതി. ഇത്ര ആയിക്കോട്ടെ, ചെറിയ കുട്ടികൾ കേട്ടോ. ഓക്കെ. ഈ വഴിയിൽ കൂടെ പോകുന്ന കുട്ടീനെ പിടിച്ചൊന്ന് എനിക്കൊന്ന് നോക്കണമെന്ന് അകത്തോട്ടൊന്ന് വിളിച്ച് കൊണ്ടുപോകരുത് കേട്ടോ, പണി കിട്ടും. അതുകൊണ്ടല്ല മിസ്, വെയിറ്റ് നോക്കണ മെഷീൻ ഹെൽത്തിലേ കിട്ടുള്ളൂ. അത് മാത്രമേ ഉള്ളൂ ഒരു മിസ് പ്രശ്നം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് മിസ്. അംഗൻവാടിന്ന് സെൻസസ് എടുക്കാന്ന് വെച്ചാൽ അവിടെ 3 വയസ്സിലെ കുട്ടികളായിരിക്കും ഉണ്ടാവുക. അത് ഡിഫിക്കൽട്ട് ആണെങ്കിൽ അത് നിങ്ങൾ ചെയ്യണ്ട. വെയിറ്റ് മെഷീൻ ഇല്ലാത്തവരാണെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. വാങ്ങണതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് മിസ്. കാരണം അല്ല മിസ്, നമ്മുടെ കുട്ടികളെ നോക്കാൻ തന്നെ ഞാൻ 3 പേരായിട്ട് പോണം ഹെൽത്തിലേ. പെട്ടെന്നായിരിക്കും സ്കൂളിൽ നിന്ന് ഇങ്ങനെ ഡീറ്റെയിൽസ് വേണം എന്ന് പറഞ്ഞ മെസ്സേജ് വരാം. അപ്പൊ ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ വെയിറ്റ് മെഷീൻ ഉള്ളവര് മാത്രം അത് മെഷർ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി, അതിന് വേണ്ടി പോകണ്ട. ഐശ്വര്യക്ക് കുട്ടികളെ വാശിട്ട് ചെയ്യണ്ട കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല. ശരി, അപ്പൊ നിങ്ങൾക്ക് ഇനി ഓണമായിട്ട് നിങ്ങൾക്ക് വേറൊരു സർപ്രൈസ് കൂടി ഉണ്ട്. ഉണ്ടോ? ഓണത്തിന്റെ സർപ്രൈസ് എന്താണ്? ഓണത്തിന് സർപ്രൈസ് അല്ല, ഓണത്തിന്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് എന്താണ്? ഓണസദ്യ. ഓണക്കോടിയും ഓണസദ്യയൊക്കെ പെടുമല്ലോ മിസ്. ഇമ്പോർട്ടന്റ് അല്ലേ? ഓണസദ്യ കഴിക്കണ്ടേ നമുക്ക്? പാലട പായസം ആയിരിക്കും. ഭക്ഷണം കഴിക്കുന്നത് കാണിക്കല്ലേ? വിതരണം ഓൺലൈൻ വഴി ആയിരിക്കും. അതെന്താണെന്നുള്ളത് സസ്പെൻസ് ആണ്. ഇത് നമുക്ക് നോക്കാം. ഇതിന്റെ പ്ലാനിങ് ഒക്കെ നടക്കുന്നുള്ളൂ. ഓക്കെ മിസ്, ഇവിടെ എത്തുവോ? അയ്യോ, അല്ല വീട്ടിലെത്തുമെന്ന് സദ്യ ആയിരിക്കും ചിലപ്പോ. നമുക്ക് നോക്കാം. നിങ്ങൾ വെയിറ്റ് ചെയ്യും. സസ്പെൻസ് പറഞ്ഞ അപ്പൊ അത് എന്താണെന്ന് അറിയാം എല്ലാവർക്കും. അതെ, ഒരു സർപ്രൈസ് ഉണ്ട്, സസ്പെൻസ് ഉണ്ട്. അതെന്താണ് അപ്പൊ തന്നെ ചോദിക്കുന്ന ചോദ്യമുണ്ട് അല്ലേ? പിന്നെ പറഞ്ഞാ മതി. എന്നാ പിന്നെ അതിന് സർപ്രൈസ് എന്ന് പറയേണ്ട കാര്യം ഉണ്ടാവില്ല. പിന്നെ പറഞ്ഞാ മതി മിസ്. ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. സൈൻ ഔട്ട് ഉണ്ടോ? Today I'm here to sign out. Thank you teacher for the valuable lesson and thanks to everyone for your attention. Today we start a new chapter, physical and motor development, and detail we discuss about physical development. Once again, thank you all and sign out by Shruti. Okay, അപ്പൊ എല്ലാവരും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് വരാം. ഹാപ്പി ഓണം മിസ്. ഓക്കെ, പാട്ട് നിങ്ങൾ ആദ്യം ഒന്ന് ഇപ്പൊ ഇവിടെ പ്ലേ ചെയ്യാനായില്ല. ഓക്കെ, ശരി, അതൊന്ന് അയച്ചു കൊടുക്കണോട്ടോ ഇവിടെ പാട്ട് ഏതാന്നുള്ളത്. ഓക്കെ, അപ്പൊ ശരി, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു മാം. Thank you, miss. Thank you, ma'am.